ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. അക്രമങ്ങൾ തടയുന്നതിനായുള്ള നടപടികൾ കർശനമാക്കി. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റീപോളിംഗ് ഈ മാസം 21-ന്. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന പ്രമേയത്തിൽ ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL-ൽ ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്തയെയും ഗുജറാത്ത് പഞ്ചാബിനെയും നേരിടും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നടപടികളുടെ സുഗമമായ നടത്തിപ്പിനായുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സുരക്ഷിതവും സമാധാനപരമായി നടക്കുന്ന ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നതിന് വിലക്കി ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വെള്ളിമാടുകുന്ന് GDT കോംപ്ലക്സ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് 200 മീറ്റർ ചുറ്റളവിൽ നിരോധന ഉത്തരവ് ബാധകമാകുക. ഈ പ്രദേശങ്ങളിൽ 4 അതിലധികം ആളുകൾ കൂടി നിൽക്കാനോ വിജയാഘോഷ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല. എന്നാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉത്തരവ് ബാധകമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഭാഗമായി ജില്ലയിൽ താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 3-ന് വൈകിട്ട് 6 മുതൽ 5-ന് രാവിലെ 9 വരെയാണ് നിരോധനം. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24-നായിരിക്കും വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29-ന് നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല, ചിൻതക്കിലും വെച്ചാണ് നടക്കുക. തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയൊരുക്കുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഡൽഹിയിലെ വിവേക് വിഹാർ മേഖലയിലെ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. രാവിലെ 6:25ഓടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായും 15 പേരെ രക്ഷപ്പെടുത്തിയതായും ഡൽഹി അഗ്നിരക്ഷാ സേന അറിയിച്ചു.
46,313 മെട്രിക് ടൺ LPGയുമായി ഒരു കപ്പൽ കൂടി ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാരുൾപ്പെടെ 20 ജീവനക്കാരുള്ള MD സർവശക്തി കപ്പൽ ഈ മാസം 13-ന് വിശാഖപട്ടണത്ത് എത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. UAEയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളും ഷാർജയിലെ ഷാർജ ഇന്ത്യൻ സ്കൂളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ. ഇടുക്കിയുടെ ഹരിതഭംഗിക്ക് പുതിയ മഞ്ഞച്ചാർത്ത്. ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മക്കുവള്ളി ഗ്രാമത്തിലെ സൂര്യകാന്തി പാടങ്ങൾ സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. വനസൗന്ദര്യവും നെൽപ്പാടങ്ങളും നിറഞ്ഞ ഈ നാട്ടിൽ മുൻ തഹസീൽദാർ വിൻസെന്റ് ആറക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷി ആരംഭിച്ചത്. മക്കുവള്ളിയുടെ കാലാവസ്ഥയിൽ ഇത് അസാധ്യമാണെന്ന ധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ തോട്ടം കാണാൻ നിരവധി ആളുകൾ ദിവസവും എത്തുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്തെ പട്ടിണി മാറ്റാൻ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കാലത്ത് ജനങ്ങളെ കുടിയിരുത്തി നെൽകൃഷി തുടങ്ങിയ ചരിത്ര ഭൂമിയാണ് മക്കുവള്ളി. ആ ചരിത്രത്തിന്റെ പച്ചപ്പിലേക്കാണ് ഇപ്പോൾ സൂര്യകാന്തിയുടെ സ്വർണ്ണ പൂക്കൾ കൂടി വിരിഞ്ഞു നിൽക്കുന്നത്. ഈ കാർഷിക പാരമ്പര്യവും പ്രകൃതി ഭംഗിയും ഒരുപോലെ അനുഭവിക്കാൻ സഞ്ചാരികളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റ 7 പേരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31-നുള്ളിൽ പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30-ന് ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ, രാത്രി 7:30-ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8-നാണ് മത്സരം. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28-ന് നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. മെയ് 23-നാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. തൃശൂർ എരുമപ്പെട്ടിയിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അബു താഹിറാണ് മരിച്ചത്. കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMAയുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിപിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8-ന് ആരംഭിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. അക്രമങ്ങൾ തടയുന്നതിനായുള്ള നടപടികൾ കർശനമാക്കി. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റീപോളിംഗ് ഈ മാസം 21-ന്. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന പ്രമേയത്തിൽ ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം.
സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL-ൽ ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്തയെയും ഗുജറാത്ത് പഞ്ചാബിനെയും നേരിടും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.